അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെ വീണ്ടും യുദ്ധത്തിന്റെ നിഴലിൽ ആഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ അതീവ കർശനമായ പുതിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതാണ് പുതിയ സംഭവ വികാസങ്ങളുടെ തുടക്കം. വർഷങ്ങളായി തുടരുന്ന അസ്വാരസ്യങ്ങൾ വീണ്ടും ഒരു സായുധ പോരാട്ടത്തിലേക്ക് വഴിമാറിയേക്കാമെന്ന ശക്തമായ സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. ഒരു നയതന്ത്ര ചർച്ചകൾക്കും ഇനി പ്രസക്തിയില്ലെന്ന തരത്തിലുള്ള കടുത്ത നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്നൊരു നയതന്ത്ര നീക്കം ഉണ്ടായില്ലെങ്കിൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ ഈ യുദ്ധപ്രഖ്യാപന സമാനമായ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കൻ ഭരണകൂടം ഇറാനെതിരെ കൂടുതൽ കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ നിലപാട് വലിയ തിരിച്ചടിയാകുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിനിടയിൽ വിദേശ നയതന്ത്ര രംഗത്ത് പ്രസിഡന്റ് ട്രംപിന് ചൈനയുടെ ഭാഗത്തുനിന്ന് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. തന്റെ തൊട്ടു മുൻപത്തെ ചൈനീസ് സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈവരിച്ചതായി ട്രംപ് അവകാശപ്പെട്ട ചില പ്രധാന ധാരണകളെ ചൈന പരസ്യമായി തള്ളി പറഞ്ഞു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ട്രംപിന്റെ വാദങ്ങളെ സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ്. ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയ വിജയമാണ് താൻ കൈവരിച്ചതെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക തന്ത്രപ്രധാന മേഖലകളിൽ പുതിയ ധാരണകളിലെത്തിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ പ്രസ്താവനകളെ സാധൂകരിക്കാൻ ചൈന വിസമ്മതിച്ചത് വാഷിംഗ്ടണിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള അവിശ്വാസം ഇനിയും മാറിയിട്ടില്ലെന്നാണ് ബീജിംഗിന്റെ ഈ പെട്ടെന്നുള്ള പ്രതികരണം വ്യക്തമാക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ നിലപാടുകൾ അമേരിക്കയ്ക്ക് പണയം വെക്കാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ചൈന ഇതിലൂടെ നൽകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിക്കൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു പ്രധാന ആണവ നിലയത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതാണ് മറ്റൊരു നിർണായക സംഭവം. യുടെ തന്ത്രപ്രധാനമായ ബറാക്ക ആണവോർജ നിലയത്തിന് നേരെയാണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ഇത് മേഖലയിൽ അത്യന്തം അപകടകരമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് ആണവ നിലയത്തിന്റെ പരിസരത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആണവ റിയാക്ടറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും റേഡിയോ ആക്റ്റീവ് ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും UAE അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണം എന്ന നിലയിൽ ഇത് അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. ഈ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഔദ്യോഗികമായി ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇതിന് പിന്നിൽ ഇറാന്റെയോ അല്ലെങ്കിൽ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെയോ കൈകളാണെന്നാണ് പ്രാഥമിക നിഗമനം. സമീപകാലത്തായി UAEയും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിച്ചതിൽ ഇറാൻ ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പ്രതിഫലനമാണ് ഈ ആക്രമണമെന്നാണ് സംശയിക്കുന്നത്. UAEക്ക് നേരെ നടന്ന ഈ നീക്കം വെറുമൊരു ആക്രമണമല്ല, മറിച്ച് മേഖലയിലെ നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറുകളെ പൂർണ്ണമായും തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് UAE ഭരണകൂടം ആരോപിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഇത്തരം വെല്ലുവിളികൾ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഈ സംഭവ വികാസങ്ങളെല്ലാം ആഗോള ഊർജ്ജ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും പിടിച്ചുലച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ വീണ്ടും അപകടത്തിലായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുത്തനെ ഉയർന്നു. ഇത് ആഗോള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അമേരിക്കയിൽ പണപ്പെരുപ്പം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപ് വിദേശകാര്യ വിഷയങ്ങളിൽ ഇത്തരം കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള ട്രംപിന്റെ തന്ത്രമാണിതെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇറാൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇറാനും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കാതെ യാതൊരുവിധ ചർച്ചകൾക്കും തങ്ങൾ ഒരുക്കമല്ലെന്നാണ് ടെഹ്റാന്റെ നിലപാട്. തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കമുണ്ടായാൽ അത് ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാന്റെ സൈനിക വക്താക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റിഫാദ് ജാവേദ് ഈ വിഷയത്തിൽ നടത്തിയ മൂർച്ചയേറിയ നിരീക്ഷണങ്ങൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ട്രംപിന്റെ യുദ്ധക്കൊതിയും ചൈനയുടെ നയതന്ത്ര തന്ത്രങ്ങളും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ നാശത്തിലേക്ക് നയിച്ചേക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നത് ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ലോകം ഇപ്പോൾ ഒട്ടും പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ട്രംപിന്റെ കടുംപിടുത്തവും ചൈനയുടെ തള്ളിപ്പറയലുകളും യുഎഇയിൽ നടന്ന ഡ്രോൺ ആക്രമണവും വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഒരു ചെറിയ തെറ്റായ നീക്കം പോലും വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാവുന്ന അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.